So welcome back everyone. So in this video we'll discuss about the analysis of a pre-stressed rectangular section. So analysis of a pre-stressed section we already covered ചെയ്തതാണ്. Study material ഉണ്ട്, video ഉണ്ട്. So അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിന് അനാലിസിസ് ഓഫ് എ pre-stressed section. അപ്പോൾ ഒരു അനാലിസിസ് നമ്മൾ രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ഇനീഷ്യൽ സ്റ്റേജും ഫൈനൽ സ്റ്റേജും. So initial stage എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് pre-stress ആണ് അവിടെ വരുന്നത്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഓഫ് pre-stress അണ്ടർ ലൈവ് ലോഡ്. അപ്പോൾ അങ്ങനെ രണ്ട് സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളൊരു pre-stressed സെക്ഷനെ അനാലിസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഫിഗർ വെച്ച് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഈ ഫിഗർ നമുക്ക് മനസ്സിലാവും. ഇത് ഫസ്റ്റ് ഒരു ബീം സെക്ഷനാണത്. അപ്പോൾ അതിനിടയിൽ ടെൻഡൻസ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ടെൻഡൻസ് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് ഇങ്ങനെ അപ്ലൈ വന്നിട്ടുള്ളത്. നോക്കൂ, ഒരു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു കംപ്രസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ഈ കംപ്രസീവ് ഫോഴ്സ് കാരണം ഇങ്ങനെയായിരിക്കും ഈ ബീം ഡിഫ്ലക്ട് ചെയ്ത് പോവുക. നോക്കൂ, ഇതാണ് അതിൻ്റെ ഡിഫ്ലക്റ്റ്. ഓക്കെ, ഇനി ഈ ഡിഫ്ലക്ട് ചെയ്ത ഈ ബീമിലേക്ക് ലൈവ് ലോഡ് വരികയാണ്. ആ ലൈവ് ലോഡ് വരുമ്പോൾ എന്ത് ചെയ്യും? പിന്നെടാ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത്, ഇതാണ് നമ്മൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ, ഫൈനൽ ടോട്ടൽ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഫൈനലി ബീം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് ഇവിടെ ഒരു സാഗിങ് എന്ന് പറഞ്ഞ സംഭവം വരുന്നില്ല. നോർമൽ ആർ സി സിയിൽ ടെൻസൈൽ സ്ട്രെസ് കാരണം സാഗിങ് വരും. ആ സാഗിങ് കാരണമാണ് ക്രാക്ക് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് സാഗിങ് എന്ന് പറഞ്ഞ സംഭവം വരുന്നില്ല. ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് ഡിഫ്ലക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രീ സ്ട്രെസ്ഡ് സ്ട്രക്ചേഴ്സിൽ ക്രാക്ക് ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ രണ്ട് സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫർ ഓഫ് പ്രീ സ്ട്രെസ്. അതായത് ഇത് നോക്കൂ, ഫസ്റ്റ് ഇതാ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആയിരിക്കും അവിടെ കൂടുതലുണ്ടാവുക. ഓക്കെ, അപ്പം ഇതായിരിക്കും അവിടെ എന്താ പറയുക സുപ്പീരിയർ ആയിട്ട് നിൽക്കുക. ഇവിടുത്തെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ പ്ലസ് ഡെഡ് ലോഡ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ് രണ്ട് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന, ഒന്ന് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം, പിന്നെ ഈ ബീമിന്റെ ഡെഡ് ലോഡ് കാരണമായിരിക്കും ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുക. ഇനി സെക്കൻഡ് സ്റ്റേജ്, അതായത് നമ്മുടെ ഫൈനൽ സ്റ്റേജ്, പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്ത ശേഷം നോക്കൂ, നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ലൈവ് ലോഡ് വരികയാണ്. ഇവിടെ ലൈവ് ലോഡ് വരികയാണ്. അപ്പം ഇവിടെ മേജർ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ലൈവ് ലോഡ് ആയിരിക്കും. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഓൾറെഡി ട്രാൻസ്ഫേർഡ് ആണ്. ഈ ബീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്ന ഒരു സുപ്പീരിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ലൈവ് ലോഡ്. ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്നത് മൂന്ന് ഫോഴ്സ് കാരണമാണ്. ഒന്ന് ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, പിന്നെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. അപ്പോൾ ഈ മൂന്ന് ഫോഴ്സും കാരണമായിരിക്കും ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ രണ്ട് സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിലും ബോട്ടത്തിലുള്ള സ്ട്രെസ് കണ്ടുപിടിക്കണം. ഓക്കെ, സ്ട്രെസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻസ് അത് കാണാപ്പാടാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ച ഇക്വേഷൻ തന്നെയാണ് സ്ട്രെസ് ഇക്വേഷൻ. M/I = F/I = E/R. അപ്പോൾ അതിനകത്ത് എഫ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. സോ F = MI/Y. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. ഇത്രേ ഉള്ളൂ. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. ഇതാണ് നമ്മൾ സ്ട്രെസ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഈ ത്രൂ ഔട്ട് ദ പ്രോബ്ലം എടുക്കുന്നത്. നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കുക. ഡിറ്റർമിൻ ദ വേരിയസ് സ്ട്രെസ്സസ് സെറ്റപ്പ് അറ്റ് ദ മിഡ് സ്പാൻ ഇൻ എ പ്രീ ടെൻഷൻ ബീം 250 × 500 mm subjected to an initial pre-stress of 1500 kN and a UDL uniformly distributed superimposed load of 5 kN per meter over a span of 15 meter. Assume a total loss of a pre-stress as 12% and eccentricity of pre-stress at the mid-span is 100 mm. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു 250 × 500 mm ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ റെക്റ്റാങ്കുലർ സെക്ഷനിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ഇനീഷ്യൽ പ്രീ സ്ട്രെസ് അഥവാ ഇനീഷ്യൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 kN ആണ്. പിന്നെ അവിടെ വരുന്ന ലൈവ് ലോഡ് 5 kN/m ആണ്. സ്പാൻ 15 മീറ്റർ. പിന്നെ ഒരു ലോസ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ഈ പ്രീ ടെൻഷൻ്റെ ബീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം അത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നു, പിന്നെ അതിനുശേഷം കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ലോസിനുള്ള ചാൻസ് വളരെ കൂടുതൽ. കാരണം ഈ ടെൻഡൻസ് അവരുടെ പൊസിഷനിൽ സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലോസ് വരും. ഫ്രിക്ഷൻ കാരണം ലോസ് വരും. കോൺക്രീറ്റ് അറിയാം, നമുക്ക് കോൺക്രീറ്റ് പ്രോപ്പർട്ടീസ് ആണ് ഷ്രിങ്കേജ്, ക്രീപ്പ്. ഇത് കാരണം ലോസ് വരും. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവം കാരണം അവിടെ ഒരു എക്സ്പെക്റ്റഡ് ലോസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 100 kN നമ്മൾ ഒരു ലോഡ് പ്രീ സ്ട്രെസ്സിങ് ലോഡ് അവിടെ അപ്ലൈ ചെയ്താൽ 100 ട്രാൻസ്ഫർ ആയി പോയില്ല. കുറച്ച് അവിടെ ലോസ് ആയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു 85 kN ആയിരിക്കും ആ ബീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം ലോസ് ഉണ്ട്. കാരണം ഫ്രിക്ഷൻ കാരണം ലോസ് വരും, സ്ലിപ്പ് കാരണം ലോസ് വരും, ഷ്രിങ്കേജ്, ക്രീപ്പ്, അതേപോലെ ഒരുപാട് പ്രോപ്പർട്ടീസ് കാരണം നമുക്കിവിടെ ലോസ് ഉണ്ട്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ എല്ലാ ലോഡും കൂടെ സമേഷൻ ആയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അസ്യൂം എ ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ആസ് 12% ആൻഡ് എക്സെൻട്രിസിറ്റി 100 mm. ഓക്കെ, പ്രോബ്ലം ചെയ്യാം. ആദ്യം തന്നെ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതുക. B = 250 mm. ഓക്കെ, ഗിവൺ ഡാറ്റ B = 250 mm. D എന്ന് പറഞ്ഞാൽ 500 mm, ലെങ്ത് 15 മീറ്റർ, ലൈവ് ലോഡ് 5 kN/m. ഇനീഷ്യൽ പ്രീ സ്ട്രെസ് PI അതാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. PI എന്ന് പറഞ്ഞിട്ട് നോട്ടേറ്റ് ചെയ്യുന്നത് 1500 kN. അതായത് ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ആ ബീമിലേക്ക് കൊടുക്കുന്ന ലോഡാണ് 1500 kN. എക്സെൻട്രിസിറ്റി 100. ഓക്കെ, ഇനി ഏരിയ ഓഫ് ദ ബീം, റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഏരിയ ആണ് L × B. 250 × 500 ചെയ്ത് കഴിഞ്ഞാൽ 125,000 mm². പിന്നെ നെക്സ്റ്റ് കണ്ടുപിടിക്കാം മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ഒരു റെക്ടാങ്കുലർ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യൻ്റെ ഇക്വേഷൻ BD³ / 12 ആണ്. ഓക്കെ, സോ B എന്ന് പറയുമ്പോൾ 250 mm, D എന്ന് പറഞ്ഞാൽ 500/12 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഈസ് 2.604 × 10⁻⁹ mm⁴. മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് വേണ്ട അടുത്തെന്ന് വെച്ചാൽ ഡെഡ് ലോഡ്. സോ ഡെഡ് ലോഡ് ഓഫ് ദ ബീം ഡെഡ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 0.25 B × D × യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ്. സോ B എന്ന് പറയുമ്പോൾ 0.25, ഡെപ്ത് എന്ന് പറഞ്ഞാൽ 0.5, യൂണിറ്റ് വെയിറ്റ് 25. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.125 kN/m. ഓക്കെ, ഇനി മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് ഈസ് ഈക്വൽ ടു WL²/8. നമ്മുടെ സെയിം ഇക്വേഷൻ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അതിൽ WD ഡെഡ് ലോഡ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 3.125. L എന്ന് പറഞ്ഞാൽ 15 മീറ്റർ /8 ഈസ് ഈക്വൽ ടു മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് ഈസ് ഈക്വൽ ടു 87.89 kN/m. ഓക്കെ, അടുത്ത് മൊമെന്റ് ഡ്യൂ ടു ലൈവ് ലോഡ്. സോ മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് മൊമെന്റ് ഡ്യൂ ടു ലൈവ് ലോഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മൊമെന്റ് ഡ്യൂ ടു ലൈവ് ലോഡ് സെയിം ഇക്വേഷൻ തന്നെയാണ്, WL² / 8. അതിൽ W എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്, 5 kN/m തന്നിട്ടുണ്ട്. സോ 5, L = 15, 8. സോ ലോഡ് മൊമെന്റ് ഈസ് ഈക്വൽ ടു 140.625 kN/m. യൂണിറ്റ് ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. നമ്മളിപ്പോൾ ചെയ്യുന്നതെല്ലാം kN/m. ഇനി സ്റ്റെപ്പ് നമ്പർ 1. സോ കാൽക്കുലേഷൻ ഓഫ് സ്ട്രെസ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെ സ്ട്രെസ്സാണ് വരുന്നത് നോക്കാം. സോ ഇനീഷ്യൽ സ്റ്റേജിൽ എന്തൊക്കെ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുക? ഒന്ന് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സും ഡെഡ് ലോഡും, ഈ രണ്ട് സംഭവമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിന് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ സ്ട്രെസ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് കോൺക്രീറ്റ് ഫൈബർ അതിനെ നോട്ടേറ്റ് ചെയ്യുന്നത് FT1. F എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, T എന്ന് പറഞ്ഞാൽ ടോപ്പ്, പിന്നെ 1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് 1 എന്ന് പറയുന്നത്. സോ FT1 ഈസ് ഈക്വൽ ടു PI/A. P
PI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ്. ഓക്കെ, സോ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ഇതാണ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. ഫസ്റ്റ് ഈ ബീമിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. അത് ഡിനോട്ട് ചെയ്യുന്ന PI. അപ്പം ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം ഈ ബീമിൽ ത്രൂ ഔട്ട് യൂണിഫോം ആയിട്ട് ഒരു സ്ട്രെസ് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് PI/A. ഓക്കെ, അപ്പോൾ ഇത് യൂണിഫോം ആയിരിക്കും. സോ PI/A. പിന്നെ അടുത്ത രണ്ടാമത്തെ നമ്മൾ എക്സെൻട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എക്സെൻട്രിസിറ്റി കാരണം ഇതാ നോക്കൂ, ഇങ്ങനെയാണ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ മൊമെന്റ് എക്സെൻട്രിസിറ്റി കാരണം ഇപ്പോൾ ടോപ്പിൽ നമുക്കറിയാം ടെൻസൈൽ സ്ട്രെസ് ആണ് വന്നിട്ടുള്ളത്. സോ ടെൻസൈൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് -M/I × Y. സോ ഇവിടുത്തെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P, പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് ഇവിടുത്തെ. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ E, എക്സെൻട്രിസിറ്റി E. സോ P × E അതാണ് ഇവിടുത്തെ മൊമെന്റ്. സോ PI × E × YT എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ടോപ്പ് മോസ്റ്റ് ഫൈബർ ഫ്രം ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, സോ ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ നിന്ന് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് YT എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ടോപ്പ് മോസ്റ്റ് ഫൈബർ. ന്യൂട്രൽ ആക്സിസ് ഇതായിരിക്കും കറക്റ്റ് സെൻറ്ററിലൂടെയൊക്കെ ന്യൂട്രൽ ആക്സിസ് പോവുക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ YT ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ടോട്ടൽ ഡെപ്ത് ഓഫ് ദ ബീം എന്ന് പറഞ്ഞാൽ 500 mm ഡെപ്ത് ഓഫ് ദ ബീം വന്നിട്ടുള്ളത്. സോ 500 ഡിവൈഡഡ് ബൈ 2, 500 ഡിവൈഡഡ് ബൈ 2, 250. അതാണ് YT, ഡെപ്ത് ഓഫ് ദ ടോപ്പ് ഫൈബർ ഫ്രം ന്യൂട്രൽ ആക്സിസ്. അതായത് സെൻറ്ററിൽ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ I, മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ അതവിടെ വന്നു. നെക്സ്റ്റ് ഡെഡ് ലോഡ് കാരണം. നോക്ക്, ഡെഡ് ലോഡ് കാരണം ഇത് ലൈവ് ലോഡിൻ്റെ ആ സെയിം ഇതിൽ തന്നെ ആയിരിക്കും ഡെഡ് ലോഡും വരിക. സോ ഈ ഡെഡ് ലോഡ് കാരണം നമുക്ക് ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ വരുന്നത് കംപ്രസീവ് ഫോഴ്സ് ആണ്. ഈ ആരോ മാർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കംപ്രസീവ് ഫോഴ്സ് ആണ് ടോപ്പിൽ ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ആയിരിക്കും ലോഡ് ആക്ട് ചെയ്യുക. നോക്കൂ, ഇങ്ങനെ ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് മോസ്റ്റ് വരുന്നത് ഒരു കംപ്രസീവ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. സോ കംപ്രസീവ് ഫോഴ്സ് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്, പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. സോ പ്ലസ് FT പ്ലസ് MD YT ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1500 × 10⁻³ ഡിവൈഡഡ് ബൈ 12550 മൈനസ് P എന്ന് പറഞ്ഞാൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്, എക്സെൻട്രിസിറ്റി E എന്ന് പറഞ്ഞാൽ 100, I എന്ന് പറഞ്ഞാൽ 2.604 × 10⁻⁹, YT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 പ്ലസ് ഡെഡ് ലോഡ് കാരണമുള്ള മൊമെന്റ് 87.89 × 10⁻⁶ ന്യൂട്ടൺ mm മാറ്റുമ്പോൾ YT = 250. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത. സോ ഇതാണ് അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള വാല്യൂ 6.037 Nm/mm² വരും. അത് പോസിറ്റീവ് ആയിട്ടാണ്. സോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ കംപ്രസീവ് ഫോഴ്സ് ആണ് ഡെവലപ്പ് ചെയ്തതെന്ന് അർത്ഥം. ഓക്കെ, ഇനി സ്ട്രെസ് അറ്റ് ദ ബോട്ടം മോസ്റ്റ് ഫൈബർ. ബോട്ടം മോസ്റ്റ് ഫൈബറിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ബോട്ടമിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? FB1 = നോക്കൂ, ഫസ്റ്റ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് യൂണിഫോം ആണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. എക്സെൻട്രിസിറ്റി കാരണം ബോട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കംപ്രസീവ് ഫോഴ്സ് ആണ്. കംപ്രസീവ് ഫോഴ്സ് നമ്മൾ എടുക്കുന്നത് പോസിറ്റീവ് ആയിട്ടാണ്. സോ പ്ലസ് PI/E × YB ഡിവൈഡഡ് ബൈ I. അടുത്ത ഡെഡ് ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്. സോ ഡെഡ് ലോഡ് കാരണം ബോട്ടത്തിൽ വന്നിരിക്കുന്ന ടെൻസൈൽ സ്ട്രെസ് ആണ്. ടെൻസൈൽ സ്ട്രെസ് ഈസ് നെഗറ്റീവ്. മൈനസ് MD × YB ഡിവൈഡഡ് ബൈ I. ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ YB എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ബോട്ടം ഫൈബർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. നമ്മൾ നേരത്തെ എടുത്ത അതേപോലെ തന്നെ ഈ ബോട്ടത്തിൽ നിന്ന് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻട്രലായിരിക്കും ഉണ്ടാവുക. ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ YB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 17.963 Nm/mm², വിച്ച് ഈസ് ആക്ച്വലി എ കംപ്രസീവ് ഫോഴ്സ്. ഓക്കെ, ഇതിനകത്ത് സ്റ്റെപ്പ് നമ്പർ 2,
at the final stage. അപ്പോൾ നമ്മൾ പ്രീസ്ട്രസിങ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് എന്താ, അതിലേക്ക് നമ്മൾ ലൈവ് ലോഡ് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ലൈവ് ലോഡ് അപ്ലൈ ചെയ്യുമ്പം എന്തൊക്കെ സ്ട്രെസ് വേരിയേഷൻ ആണ് ബീമിൽ വരുന്നത് നോക്കാം. സോ ഫൈനൽ സ്റ്റേജ് ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഓഫ് പ്രീ സ്ട്രെസ് അണ്ടർ ലൈവ് ലോഡ്. അല്ല ആദ്യം തന്നെ നമുക്ക് സെയിം പോലെ തന്നെ സ്ട്രെസ് അറ്റ് ദ ടോപ്പിൽ വരുന്ന സ്ട്രെസ് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ FG2 is equal to ഫസ്റ്റ് PE/A എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വേഷൻ P നമ്മൾ ഇത്ര കഴിഞ്ഞ ഇതിൽ നമ്മൾ യൂസ് ചെയ്ത് PI ആണ്. PI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ സ്ട്രെസിങ് ഫോഴ്സ്. ഇപ്പം ഇവിടെ വരുന്നത് അത് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് PE/A ആണ്. PE എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് പ്രീ സ്ട്രെസ് ആണ്. അപ്പം എന്താണ് ഈ എഫക്റ്റീവ് പ്രീ സ്ട്രെസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലോസ് വരും നമുക്ക് പ്രീ സ്ട്രെസിങ് ഫോഴ്സ് കാരണം. എന്തായാലും ഇപ്പം 100 kN നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100 നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതിൽ കുറച്ച് ഭാഗം ലോസ് ആയി പോകും. ഓക്കെ, ഒരു 85 kN ആയിരിക്കും ബീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ആ ഒരു ലോസ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ലോസ് വരുന്നില്ല, കാരണം ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നേരെ ഇത് പോവാണ്. ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ലോസ് വരിക. അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് ഫ്രിക്ഷൻ വരും, സ്ലിപ്പ് വരും, ക്രീപ്പ്, ഷ്രിങ്കേജ് അങ്ങനത്തെ ലോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് സെക്കൻഡ് സ്റ്റേജിലാണ് ഈ ലോസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ എഫക്റ്റീവ് പ്രീ സ്ട്രെസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എഫക്റ്റീവ് പ്രീ സ്ട്രെസിങ് ഫോഴ്സ് എത്രയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്മൾ 12% ആണ് ലോസ്. അപ്പം അവിടെ അപ്ലൈ ചെയ്തിരുന്ന പ്രീ സ്ട്രെസിങ് ഫോഴ്സ് 1500 kN ആണ്. അതിൽ 12% ലോസ് ആയിപ്പോയി. ബാക്കി നമുക്ക് 1320 kN ആണ് ഉള്ളത്. അതാണ് അവിടെ എഫക്റ്റീവ് പ്രീ സ്ട്രെസിങ് ഫോഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എടുക്കുന്നത് എഫക്റ്റീവ് പ്രീ സ്ട്രെസിങ് ഫോഴ്സ് ആണ്. അതാണ് PE. സോ PE/A ഫസ്റ്റ് യൂണിഫോം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സെക്കൻഡ് നമുക്ക് നോക്കാം എക്സെൻട്രിസിറ്റി കാരണം ആക്ട് ചെയ്യുന്നത്. എന്താ നോക്കുക, എക്സെൻട്രിസിറ്റി കാരണം ടോപ്പിൽ വരുന്നത് ടെൻസൈൽ സ്ട്രെസ് ആണ്. സോ ടെൻസൈൽ എന്ന് പറയുമ്പോൾ അഗെയിൻ ദാറ്റ് ഈസ് നെഗറ്റീവ്, ദാറ്റ് ഈസ് PE/EYT/I. പിന്നെ ഡെഡ് ലോഡും ലൈവ് ലോഡും കാരണം, സോ ലോഡ് കാരണം വരുന്ന മൊമെന്റിന്റെ ഈ ഒരു പൊസിഷൻ തന്നെയായിരിക്കും, ഈ ഒരു ഇതിൽ തന്നെയായിരിക്കും മൊമെന്റ് വരിക. സോ ടോപ്പ് മോസ്റ്റിൽ നമുക്കറിയാം കംപ്രസീവ് ഫോഴ്സ് ആണ് വന്നിട്ടുള്ള പ്ലസ്. സോ പ്ലസ് MD+ML മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് പ്ലസ് മൊമെന്റ് ഡ്യൂ ടു ലൈവ് ലോഡ് ഇൻറ്റു YT/I. ഓക്കെ, സോ എല്ലാം നമുക്ക് അറിയുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ YT is equal to പ്രീ സ്ട്രെസിങ് ഫോഴ്സ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ. പ്രീ സ്ട്രെസിങ് ഫോഴ്സ് തന്നെ 1320 × 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മൈനസ് പ്രീ സ്ട്രെസിങ് ഫോഴ്സ് ന്യൂട്ടണിലേക്ക് മാറ്റുന്നതാണ് ഇൻറ്റു 1000. X is equal to eccentricity, YT is equal to distance of topmost fiber from the neutral axis, അതായത് 250 ഡിവൈഡഡ് ബൈ I 2.604 × 10⁻⁹ പ്ലസ് മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എന്ന് പറഞ്ഞാൽ 228.515 kN മീറ്റർ ഇൻറ്റു 10⁻⁶ ന്യൂട്ടൺ mm മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YT ഡിവൈഡഡ് ബൈ I. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് FT2 is equal to 19.83 Newton/mm². ദാറ്റ് ഈസ് കംപ്രസീവ് ഫോഴ്സ് ആണ്, ബിക്കോസ് നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം സ്ട്രെസ് അറ്റ് ദ ബോട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത സ്ട്രെസ്. ലൈവ് ലോഡ് കാരണം, ഡെഡ് ലോഡ് കാരണം, പ്രീ സ്ട്രെസിങ് ഫോഴ്സ് കാരണം ബോട്ടത്തിൽ വന്നിരിക്കുന്ന സ്ട്രെസ് നോക്കാം. അതിൽ ആദ്യം തന്നെ PE/A എഫക്റ്റീവ് പ്രീ സ്ട്രെസ് ഡിവൈഡഡ് ബൈ A യൂണിഫോം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ബോട്ടം ഫൈബറിൽ എക്സെൻട്രിസിറ്റി കാരണം വന്നിട്ടുള്ളത് കംപ്രസീവ് ഫോഴ്സ് ആണ്. സോ പ്ലസ് PE/EYB/I. ലൈവ് ലോഡ് നോക്കൂ, ബോട്ടം ഫൈബറിൽ വന്നിട്ടുള്ളത് ടെൻസൈൽ സ്ട്രെസ് ആണ്. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് മൈനസ് MD+ML ഇൻറ്റു YB/I. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ യുവർ ആൻസർ വിൽ ബി 1.29 Newton/mm². സോ അതും കംപ്രസീവ് ഫോഴ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാം നമുക്ക് സ്ട്രെസ് ഡയഗ്രം എങ്ങനെ വരയ്ക്കണം നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ്സസ് എല്ലാം കണ്ടുപിടിച്ച് ടോപ്പിൽ ഒരു ബീമിൻ്റെ ടോപ്പിലുള്ള ബോട്ടത്തിലുള്ള സ്ട്രെസ്സസ് എല്ലാം കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ സ്ട്രെസ് ഡയഗ്രം എങ്ങനെ വരയ്ക്കണം നമുക്ക് നോക്കാം.
ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പോൾ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി എല്ലാ വാല്യൂസും നമുക്കറിയാം. സ്ട്രെസ് അറ്റ് ദ ടോപ്പ്, സ്ട്രെസ് അറ്റ് ദ ബോട്ടത്തിൽ ഫുൾ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. ആദ്യം തന്നെ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ, അത് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ നോക്കാം. ഇനീഷ്യൽ സ്റ്റേജിൽ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കാം. സോ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഇതാണ് നമ്മുടെ ബീം, 250 × 500 നമ്മുടെ ബീമാണിത്. സോ ഈ ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്, അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആ ഇക്വേഷൻ പ്രകാരമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ വരയ്ക്കുന്നത്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/A ആണ് വരുന്നത്. P/A എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനെ വരും. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നതാണ് P/A. ഓക്കെ, അങ്ങനെ. പ്ലസ് രണ്ടാമത് വരുന്ന എക്സെൻട്രിസിറ്റി കാരണം, എക്സെൻട്രിസിറ്റിയിൽ നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന സ്ട്രെസ് ഡയഗ്രാം. അപ്പോൾ ആദ്യം ടോപ്പിൽ എത്ര നോക്കാം. അപ്പോൾ നോക്കി ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. സോ ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -14.4 ആണ്. സോ നമുക്ക് വരയ്ക്കാം -14.4. -14.4. ഇനി ബോട്ടത്തിൽ വരുന്ന വാല്യൂ എത്രയാണ് നോക്കാം. സ്ട്രെസ് അറ്റ് ദ ബോട്ടം, ബോട്ടത്തിൽ +14.4 ആണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ എടുക്കുന്നത്, ഇപ്പം നമ്മൾ നോക്കൂ, ഇതാണ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം ഉണ്ടായിട്ടുള്ള സ്ട്രെസ്. അപ്പോൾ ഈ സ്ട്രെസ്സിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ടോപ്പിലെയും ബോട്ടത്തിലെയും സെപ്പറേറ്റ് ആയിട്ട്. സോ ടോപ്പിലെന്ന് വെച്ചാൽ -14.4 നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ബോട്ടത്തിൽ അതേപോലെ തന്നെ +14.4 പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം. പിന്നെ അടുത്ത് വരുന്ന ഡെഡ് ലോഡ് കാരണം. ഓക്കെ, സോ ഡെഡ് ലോഡ് കാരണം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഡെഡ് ലോഡ് കാരണം വന്നിട്ടുള്ളത് ഇതാണ് ഡെഡ് ലോഡ് കാരണം ഉണ്ടായിട്ടുള്ള സ്ട്രെസ്. സോ ടോപ്പിലെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.437 പ്ലസ് ആണ്, കംപ്രസീവ് ഫോഴ്സ് ആണ് വന്നിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് +8. ഇങ്ങോട്ടേക്ക് വരൂ കേട്ടോ, അതാണ് +8.437. ഇനി ബോട്ടത്തിൽ നമുക്ക് നോക്കാം എത്ര വാല്യൂ എന്ന്. ബോട്ടത്തിൽ വന്നിരിക്കുന്ന മൈനസ് ആണ്, -8.437. ഇങ്ങനെ വരും, -8.437. ഓക്കെ, ഇനി ഇത് കാരണം റിസൾട്ടന്റ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് റിസൾട്ടന്റ് സ്ട്രെസ് വരിക. ഇത് കാണാൻ പറ്റുന്നില്ല. ഇതാണ് റിസൾട്ടന്റ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അത് വരിക. സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുന്നതാണ്. ഇതാണ് അതിന്റെ റിസൾട്ടന്റ് സ്ട്രെസ്. അപ്പോൾ റിസൾട്ടന്റ് സ്ട്രെസ് ടോപ്പിലെ വാല്യൂ നമുക്കറിയാം. സ്ട്രെസ് അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. സോ 12 - 14.4 + 8.437 കഴിഞ്ഞ് ഇവിടുത്തെ വാല്യൂ വിൽ ബി 6 something വരും. അതാണ് സ്ട്രെസ് അറ്റ് ദ ടോപ്പ്. അതേപോലെ ബോട്ടത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 + 14.4 - 8.437 എന്ന് പറയുമ്പോൾ ഇവിടെ 17 ആണ് വരുന്നത്, 17.963. സോ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുക. പിന്നെ അതേപോലെ സെക്കൻഡ് സ്റ്റേജ് സ്ട്രെസ് അറ്റ് ദ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീം വരയ്ക്കാം. സോ ഫൈനൽ സ്റ്റേജിൽ വരുന്ന കേട്ടോ. സോ ഫൈനൽ സ്റ്റേജിൽ ആദ്യം തന്നെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം P/A കാരണമാണ് ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. P/A കാരണം, പിന്നെ രണ്ടാമത് തന്നെ എക്സെൻട്രിസിറ്റി കാരണം. സോ എക്സെൻട്രിസിറ്റി കാരണം
ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ വന്നിട്ടുള്ള ടെൻസൈൽ സ്ട്രെസ് ആണ് നെഗറ്റീവ്. ഓക്കെ, സോ നെഗറ്റീവ് 12.67 ബോട്ടത്തിൽ വന്നിരിക്കുന്ന കംപ്രസീവ് ഫോഴ്സ് ആണ് പ്ലസ് 12.67. ഓക്കെ, ഇനി അടുത്ത് ഡെഡ് ലോഡ് കാരണം, ഡെഡ് ലോഡും ലൈവ് ലോഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സ്ട്രെസ്. ഓക്കെ, സോ ഡെഡ് ലോഡും ലൈവ് ലോഡും കമ്പൈൻ ചെയ്തിട്ടുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം, നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. സ്ട്രെസ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് ഫൈബർ എന്താ, ഇതിൻ്റെ വാല്യൂസ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. 21.94. സ്ട്രെസ് അറ്റ് ദ ടോപ്പിൽ 21.94. സോ അതായത് ഇവിടെ ടോപ്പിൽ പ്ലസ് 21.94, ഇത് പ്ലസ് ആണ്, ഇത് മൈനസ്. അതേപോലെ ബോട്ടത്തിൽ വന്നിരിക്കുന്നു മൈനസ് 21.94. അങ്ങനെ ഓരോ വാല്യൂ എടുത്തിട്ട് വേണം നമ്മൾ പ്ലോട്ട് ചെയ്യാൻ. എനിക്ക് ഇവിടെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. ഇതിൻ്റെ റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് അതിൻ്റെ റിസൾട്ടൻറ്റ് സ്ട്രെസ്. ഓക്കെ, പിന്നെ ടോപ്പ് മോസ്റ്റ് ഇവിടുത്തെ വാല്യൂ, ടോപ്പിലെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 10.56 പ്ലസ് 12.67 പ്ലസ് 10.56 മൈനസ് 12.67 പ്ലസ് 21.94. ഇവിടുത്തെ വാല്യൂ ഈസ് 19.83. അതേപോലെ ബോട്ടത്തിൽ ഇതിൽ ആഡ് ചെയ്തിട്ട് ബോട്ടത്തിലെ വാല്യൂ ഈസ് 1.29 Nm². ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുക. അതാണ് നമ്മൾ സ്ട്രെസ് ഡയഗ്രാം. ഞാൻ ജസ്റ്റ് പ്ലോട്ട് ചെയ്താണ്. എങ്ങനെ വരയ്ക്കേണ്ടത് നിങ്ങൾ അറിയണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണിത്. ഓക്കെ, സോ താങ്ക് യു.